ഹായ്, ഹലോ, നമസ്കാരം. കുറേ നാളായി ഇതുപോലെ ഓൺ വോയിസിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ കണ്ടിട്ടല്ലേ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ചെറിയ വിഷ്വൽസ് ഒക്കെ എടുത്ത് വെക്കുന്നത് ഇതുപോലെ വോയിസ് ഓവറൊക്കെ ചെയ്ത് മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള നല്ല മടി. ഇനി ഇപ്പം എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഞങ്ങളൊരു യാത്ര പോവുക ബാംഗ്ലൂർക്ക്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും. ഞങ്ങൾ ICAA പഠിക്കുന്ന കാലം തൊട്ട് രഞ്ജിനി, ലക്ഷ്മി, ഞാൻ, അരുൺ, പ്രതീഷ്, ഞങ്ങൾ 5 പേരുടെ ഒരു ഗ്യാങ്. ഞങ്ങളുടെ പേരിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാങ്ങിനെ തന്നെ വിളിക്കുന്ന പേരാണ് RLRAP. അതിനകത്തെ പ്രതീഷ് പി. പ്രതീഷിൻ്റെ 50th ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള 4 പേര്, ലക്ഷ്മി ചെന്നൈയിലാണുള്ളത്, ഞാനും രഞ്ജിനിയും അരുണും കൊച്ചിയിലും. ഞങ്ങൾ 3 പേരും കൊച്ചിയിൽ നിന്നും ലക്ഷ്മി ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോയി അവനെ ഞെട്ടിച്ച് വിഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരു സർപ്രൈസ് വിസിറ്റ്. അവന് യാതൊരു ഐഡിയ ഇല്ല ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇതിൽ അരുണിൻ്റെ 50th ബർത്ത്ഡേ നവംബറിലായിരുന്നു. അതിനും ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനും കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു വെച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ വോയിസ് ഓവർ ചെയ്ത് ഇടാനുള്ള മടി കൊണ്ട് അതിപ്പോഴും എൻ്റെ ഫോണിൽ തന്നെയുണ്ട്. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. വരാപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു അരുണിൻ്റെ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അരുണിൻ്റെ റിലേറ്റീവ്സ് തന്നെയായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഞാനും രഞ്ജിനിയും രഞ്ജിനിയുടെ ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു. അവർ അരുണിന് കൊടുത്ത സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുണിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും പഴയതും പുതിയതായിട്ടുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവരുടെ അടുത്തുനിന്ന് വീഡിയോ മെസ്സേജസ് വാങ്ങിച്ചിട്ട് അത് കമ്പൈൽ ചെയ്ത് ഒരു നല്ല ഫോമാറ്റിലാക്കി അവന് വേണ്ടിയിട്ട് പ്ലേ ചെയ്തു. അപ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരുടെ അടുത്തു നിന്നുള്ള മെസ്സേജസ് ഒക്കെ കണ്ട് ആകെ സെൻറ്റി അടിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു അവന്. ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ കോളിൻ്റെ ഫോർമാറ്റിലായിരുന്നു ഞങ്ങൾ ബാക്കി 4 പേരും മെസ്സേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കൃഷ്ണാനന്ദ് ഞങ്ങളുടെ കൂടെ ICAA ഉണ്ടായിരുന്നതാണ്. കൃഷ്ണാനന്ദിൻ്റെ 50ാമത്തെ ബർത്ത്ഡേ കൃഷ്ണാനന്ദിൻ്റെ വൈഫ് സർപ്രൈസായിട്ട് അറേഞ്ച് ചെയ്ത് അതിന് ഞാനും അരുണും പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീഡിയോ കോളിൻ്റെ ഫോർമാറ്റിൽ അവനോട് സംസാരിക്കുന്നത് പോലെ പ്രതീഷും ഞാനും രഞ്ജിനിയും ലക്ഷ്മി എല്ലാവരും പഴയ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അതിൽ ഓരോ പഴയ ഓർമ്മകൾ പറയുമ്പോഴും അവൻ അതൊക്കെ ഓർത്തിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സൂമൊക്കെ ചെയ്ത് പിടിച്ചു, അവനെങ്ങാനും കരയോ. അവൻ്റെ ഇമോഷൻസ് എല്ലാം നല്ലോണം കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ക്യാരംസ് കളിച്ചു. ക്യാരംസ് വേറെ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ടായിരുന്നു, അതെല്ലാം കളിച്ചു. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു. ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി. ഫോൺ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്ന് ഇനി മേലാൽ പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഫോൺ കണക്ട് ചെയ്യാവുന്ന സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ സർപ്രൈസിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത്തവണ മിക്സിങ്ങും വോയിസ് ഓവറും ഒക്കെ ഒഴിവാക്കിയിട്ട് നേരിട്ടുള്ള റെക്കോർഡിങ്, നേരിട്ടുള്ള സംസാരം. അപ്പോൾ ഇൻട്രോ അത്രയേ ഉള്ളൂ, ബാക്കി വിശേഷങ്ങൾ വഴിയെ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ റെഡിയായി. രഞ്ജിനി പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഞ്ജിനിയുടെ ഹസ്ബൻഡും കൂടെ ഒന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിലെത്തി. രാവിലത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തീരെ തിരക്കുണ്ടായിരുന്നില്ല എയർപോർട്ടിൽ. അങ്ങനെ ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഞങ്ങളെല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോണത്. എല്ലാവരും അവരവരുടേതായ യാത്രകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചൊരു യാത്ര ആദ്യമായിട്ടാണ്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ അരുണിൻ്റെ കൂടെ ഉള്ളത് അരുണിൻ്റെ സാരഥിയാണ് ഷൈൻ. അവരെ രണ്ടുപേരെയും ആദ്യം തന്നെ കയറ്റിയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പുറകിൽ തന്നെ രഞ്ജിനിക്കും സൂരജിനും സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെത് ഒരു ഇത്തിരി പുറകിലായിരുന്നു. പക്ഷേ അവിടെ ഫ്രീ ആയിട്ടൊരു സീറ്റ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവരെ ചാക്കിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ മാറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോവുകയാണ് ബാംഗ്ലൂർക്ക്. ബാംഗ്ലൂർ എത്തി. അവിടെ ഐ ലവ് ബാംഗ്ലൂർ എന്നുള്ളൊരു ലൈറ്റ് കണ്ടു. വളരെ സ്പീഡിൽ പോയി ഒരു യൂബറൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളങ്ങനെ പ്രതീഷിൻ്റെ അടുത്തേക്ക് പോവാൻ ഉള്ള വഴിയിലാണ്. അവൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് എത്തുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. കാരണം ബാംഗ്ലൂരിലെ ട്രാഫിക് അത്ര പ്രസിദ്ധമാണല്ലോ. അങ്ങനെ ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അതിനിടയിൽ ലക്ഷ്മി ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിക്ക് ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ അരുണിൻ്റെ കസിൻ്റെ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ലക്ഷ്മിയെ പിക്ക് ചെയ്തു. അങ്ങനെ ലക്ഷ്മിയെ കൂടെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഓരോ നിമിഷവും പ്രതീക്ഷ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തുമെന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു. ഒരു നെയിൽ ബൈറ്റിംഗ് മൊമെൻറ്റ്. അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഫ്ലാറ്റിലെത്തി. പിന്നീടുള്ളൊരു വീഡിയോ ഞാനൊരു കോമഡി വീഡിയോ ആയിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ
വളരെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു തിരക്കിൽ ചെറുതായിട്ടൊന്ന് പണി പാളി. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ ബ്ലോക്ക് സിയിലായിരുന്നു പോകേണ്ടത്. പക്ഷെ ഞങ്ങൾ ചെന്ന് കയറിയ ലിഫ്റ്റ് ബ്ലോക്ക് ബിയുടെ ലിഫ്റ്റായിപ്പോയി. അരുണിനെല്ലാം അറിയാം, നേരത്തെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയ്ക്ക് അരുൺ നേരെ വെച്ച് വിട്ടു. അരുണിൻ്റെ പുറകെ ഞങ്ങളും പോയി. എല്ലാവരും വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു സിയിലാണ്, സി ബ്ലോക്കിലാണ്, C101 എന്ന് എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ചെന്ന് കയറിയത് ബി ആണെന്ന് ഞങ്ങൾ പലതവണ ആ ലിഫ്റ്റിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. എന്നിട്ടും അങ്ങോട്ട് കണക്റ്റ് ആയില്ല. സി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബിയിലെ ലിഫ്റ്റ് കയറി. ഇനിയുള്ളത് ഓൺ വോയിസ് കേൾപ്പിക്കാം, എന്നാലേ അതിൻ്റെ ഒരു രസം നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ. സക്സസ് ആയാ മതിയായിരുന്നു. ഫസ്റ്റ് ഫ്ലോറാ. ഞാൻ സ്റ്റെപ്പിലൂടെയാ കയറി വന്നത്. ലിഫ്റ്റ് ഇറങ്ങി അങ്ങേ അറ്റത്തുള്ള ഫ്ലാറ്റാ. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ബ്ലോക്ക് വേറെയാണെന്ന്. അല്ല, നമുക്ക് സ്ഥലം തെറ്റി. ബ്ലോക്ക് വേറെയാ. അവൻ കണ്ടു. അവൻ പറഞ്ഞു അപ്പുറത്തായി പോയെന്ന്. പക്ഷെ ശരിക്കും ഞങ്ങൾ ഇപ്പുറത്തായി പോവുകയാണ് ചെയ്തത്. അവൻ ഞങ്ങളെ കാണുകയും ചെയ്തു. എൻ്റെ ഒരു ബഹളവും എക്സൈറ്റ്മെന്റും അവൻ അപ്പുറത്ത് നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അവന് കൃത്യമായിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് കയറിയത് കാണാനും പറ്റി. അവൻ ഞങ്ങളെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അവൻ കളിയാക്കി ചിരിക്കണു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അപ്പുറത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ട് നടക്കാം. പക്ഷേ ബിയും സിയും തമ്മിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ലിഫ്റ്റിൽ തന്നെ കയറി പോകേണ്ടി വന്നു. അങ്ങനെ പണി പാളിയ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിൽ കയറി അപ്പുറത്തെ ബ്ലോക്കിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചമ്മിയെങ്കിലും ഒരു ഫൈനൽ ലാപ്പിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയെങ്കിലും ഞങ്ങൾ ഒപ്പിച്ചു. അവന് സർപ്രൈസായി. അവൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഞങ്ങളുടെ യാത്ര ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷെ അവൻ സർപ്രൈസ് ആയി എന്നുള്ളത് പ്രതീക്ഷ സമ്മതിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീടിനകത്തേക്ക് പോലും കയറാതെ ഞങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് വീട്ടിലകത്തേക്ക് പോലും കയറാൻ ഞങ്ങൾ മറന്നുപോയി. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലിടാം. അന്നത്തെ ദിവസം ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് വിശേഷങ്ങളൊക്കെ അതിനകത്ത് പറയാം. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വ്ലോഗ്. താങ്ക് യു സോ മച്ച്.